ജോസിനായിട്ട് നല്ലൊരു പണിയാ ഒപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? സിനിമയിൽ മാത്രമല്ല എല്ലാ തൊഴിലിടങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെന്ന് ചലച്ചിത്ര താരം നവ്യ നായർ. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സിനിമാ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നവ്യ. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഒളിച്ചോടി പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ വരെ ട്രാക്ക് ചെയ്തിരുന്ന പ്രതി ഇന്ന് കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ എവിടെ പോയി? ഒളിച്ചോടി പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഒളിവിൽ പോകുന്നത് നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കോടതിയും പോലീസും ഒക്കെ ഇടപെട്ട ഒരു കേസിനെ പറ്റിയിട്ട് അതിന് അതിൻ്റെതായ തീരുമാനങ്ങൾ വരെയല്ലേ ചെയ്യേണ്ടത്. പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങൾ മുഖവിലക്കെടുക്കാതെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ല പണി ഉറപ്പാ.